അങ്ങനെ ചരിത്രത്തിലാദ്യമായി സ്വർണ്ണവില 1,00,000 എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ടിരിക്കുകയാണ്. ഈ വർഷം തുടങ്ങുമ്പോൾ വെറും 57,000 രൂപ മാത്രമായിരുന്നു പവന്. ഒരു വർഷം തികയും മുൻപാണ് ഇരട്ടിയോളം വർദ്ധിച്ചിരിക്കുന്നത്. സർവകാല റെക്കോർഡുകളും ഭേദിച്ചാണ് എല്ലാവരെയും ഞെട്ടിച്ച സ്വർണം ഈ കുതിപ്പ് തുടരുന്നത്. പുതിയ വില അനുസരിച്ച് ഗ്രാമിന് 12,700 രൂപയാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം വരെ പവന് 1,00,000 160 രൂപയുടെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റയടിക്ക് 1,760 രൂപ വർദ്ധിച്ച പവന് 1,01,600 രൂപ എന്ന നിലയിൽ എത്തിയിട്ടുണ്ട്. ഇതോടെ ആഭരണപ്രിയരും സാധാരണക്കാരും സ്വർണം വാങ്ങാൻ പാടുപെടുമെന്ന് ഉറപ്പിക്കാം. കല്യാണ ആവശ്യങ്ങൾക്കും മറ്റും സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് വൻ തിരിച്ചടിയാണ് ഇത്. US വെനസ്വേല ഭിന്നത രൂക്ഷമായതും റഷ്യ യുക്രൈൻ സമാധാന നീക്കങ്ങൾക്ക് ഇളക്കം സംഭവിച്ചതും സ്വർണ്ണവില കുതിക്കാൻ കാരണമായി. സ്വർണ്ണവില അത്ഭുതകരമായി കുതിക്കുമ്പോൾ വാങ്ങുന്നവരെക്കാൾ വിൽക്കുന്നവരുടെ എണ്ണം കൂടിയെന്നാണ് ജ്വല്ലറി ഉടമകൾ പറയുന്നത്. ഇനി സ്വർണം സ്വന്തമാക്കൽ അസാധ്യമാകുമെന്നാണ് ജ്വല്ലറി ഉടമകൾ നൽകുന്ന സൂചന. സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നവർ ബാർ, കോയിൻ എന്നിവയിൽ കേന്ദ്രീകരിക്കുന്നതാണ് ലാഭകരമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതല്ലെങ്കിൽ ഗോൾഡ് ETF, SGB എന്നിവയും നഷ്ടമില്ലാത്ത ഇടപാടുകളായിട്ട് കണക്കാക്കാം. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ തന്നെ വലിയ നഷ്ടം നേരിടും. മാത്രമല്ല ഇവ തിരിച്ചു വിൽക്കുമ്പോൾ വീണ്ടും നഷ്ടമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കയ്യിലുള്ള സ്വർണം വിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇനിയും വില കൂടും. അണിയാനുള്ള ആഭരണം എന്നതിലുപരി സേവിങ്സിനായി സ്വർണം വാങ്ങുന്നതാണ് ബുദ്ധിപരമായ നീക്കം.